ബിഗ് ബോസ് മലയാളം സീസൺ 6 ഈ പ്രാവശ്യം 25 കണ്ടസ്റ്റൻസ് ഉറപ്പായിരിക്കുകയാണ്. 4 ടീമുകളായിട്ട് മാറ്റുന്ന ബിഗ് ബോസ് സീസൺ 6 വൈൽഡ് കാർഡ് എൻട്രികൾ ഉൾപ്പെടെ 25 കണ്ടസ്റ്റൻസ് ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്കിപ്പോൾ കിട്ടുന്നൊരു അപ്ഡേറ്റ്. അതോടൊപ്പം തന്നെ മാർച്ച് 10 തന്നെയാണ് ഷോ ലോഞ്ച് ചെയ്യുന്നതെന്നും ഏകദേശം ഉറപ്പായിട്ടുണ്ട്. ആ ഒരു സമയത്ത് കുറച്ചധികം കണ്ടസ്റ്റൻസിന് അല്ലെങ്കിൽ കുറച്ചധികം വ്യക്തികൾക്ക് ടെമ്പററി കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. ഏകദേശം നിങ്ങൾ ഉണ്ട്, എന്നാലും ഒരു 99.9% നിങ്ങൾ ഉറപ്പിച്ചോളൂ നിങ്ങൾ ഉണ്ടെന്ന്. എന്തെങ്കിലും ഒരു കറക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും എന്നുള്ളൊരു രീതിയിൽ ഉള്ള ഒരു ടെമ്പററി കൺഫർമേഷൻ. നിങ്ങളൊന്ന് സെറ്റായിരുന്നോ ബിഗ് ബോസിലേക്ക് വരാനായിട്ട്, നിങ്ങളെ ഏകദേശം ഞങ്ങൾ ഉറപ്പിച്ചു, എന്നാലും ഒന്ന് സെറ്റായിട്ടിരുന്നോ എന്നുള്ള രീതിയിലുള്ളതാണ് നമ്മുടെ ടെമ്പററി കൺഫർമേഷൻ എന്ന് പറയുന്നത്. ഷോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഏകദേശം ഒരു 10 അല്ലെങ്കിൽ ഒരു 15 ഡേയ്സ് മുന്നായിരിക്കും നമ്മുടെ കണ്ടസ്റ്റൻസിലേക്ക് ടെമ്പററി കൺഫർമേഷൻ എത്തുന്നത്. അതിനുശേഷം കുറച്ച് നാളുകൾ കഴിയുമ്പോൾ ഏകദേശം ഷോ തുടങ്ങുന്നതിന് ഒരാഴ്ചക്ക് മുന്നായിട്ട് നിങ്ങൾ 100% ബിഗ് ബോസ് സീസൺ 6 പെട്ടിയും കിടക്കേക്ക് എടുത്ത് പോന്നോളൂ എന്ന് പറഞ്ഞ് ബിഗ് ബോസ് വിളിക്കും. അപ്പോൾ അങ്ങനെ ടെമ്പററി കൺഫർമേഷൻ കൊടുത്ത കുറച്ച് കണ്ടസ്റ്റൻസിൻ്റെ പേര് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ പ്രാവശ്യം 25 പേരാണ് ബിഗ് ബോസിൽ ഉണ്ടാവുക എന്നൊരു അപ്ഡേറ്റും കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ കുറച്ചധികം കണ്ടസ്റ്റൻസിൻ്റെ പ്രഡിക്ഷൻ ലിസ്റ്റ് കൂടി ഈ ഒരു ടെമ്പററി കൺഫർമേഷൻ ലിസ്റ്റിൽ നമ്മുടെ പ്രഡിക്ഷൻ ലിസ്റ്റ് കൂടി ഉൾപ്പെടുത്തിയാണ് പറയുന്നത്. എന്താണെന്ന് അറിയാമല്ലോ നിങ്ങൾക്ക്. ടെമ്പററി കൺഫർമേഷൻ ലിസ്റ്റ് മാത്രം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കണ്ടസ്റ്റൻസ് ആണ് ടെമ്പററി കൺഫേം ആയെന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് പിടികിട്ടും. അതുകൊണ്ട് തന്നെ കുറച്ച് പ്രഡിക്ഷനും കൂടി ചേർത്തിട്ടാണ് ഇത് പറയുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്താൽ കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മുടെ ലിസ്റ്റിൽ ഒന്നാമത്തെ പേരാണ് തട്ടിയും മുട്ടിയും ഫെയിം ആയിട്ടുണ്ടായിരുന്ന നമ്മുടെ സിദ്ധാർത്ഥ് പ്രഭു. ഏകദേശം ബിഗ് ബോസ് സീസൺ 6 85% എബവ് ചാൻസ് കൺഫർമേഷൻ ആവാനായിട്ട് ചാൻസ് ഉണ്ട് നമ്മുടെ സിദ്ധാർത്ഥ് പ്രഭുവിന്. ദെൻ നമ്മുടെ ലിസ്റ്റിൽ രണ്ടാമത്തെ പേര് പൂജ കൃഷ്ണ. നമ്മുടെ മൈൽ സ്റ്റോൺ മേക്കേഴ്സിലെ ആങ്കർ ആയിട്ടുള്ള നമ്മുടെ പൂജ കൃഷ്ണയും ഏകദേശം നമ്മുടെ ബിഗ് ബോസ് സീസൺ 6 കൺഫേം ആവാനായിട്ട് ചാൻസ് ഉള്ള ഒരു വ്യക്തി തന്നെയാണ്. ദെൻ നമ്മുടെ ലിസ്റ്റിൽ മൂന്നാമത്തെ പേര് ഉപ്പും മുളകും ഫെയിം ആയിട്ടുള്ള ഋഷി കുമാറും ഏകദേശം നമ്മുടെ ബിഗ് ബോസ് സീസൺ 6 കൺഫർമേഷൻ കിട്ടി നിൽക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ്. ദെൻ നമ്മുടെ ലിസ്റ്റിൽ നാലാമത്തെ പേര് യമുന റാണി. നമുക്കറിയാം, പണ്ട് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്ത് അവസാനിപ്പിച്ച ചന്ദനമഴ എന്നൊരു സീരിയലിൽ ഒരു വേഷം അണിഞ്ഞിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഒട്ടനവധി സിനിമകളിലും ചെറിയ ചെറിയ വേഷങ്ങളും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു ആക്ട്രസ് ആണ് പുള്ളിക്കാരത്തി. ഒരു സീനിയർ വുമൺ ആക്ടർ എന്നുള്ള രീതിയിൽ കൊണ്ടുവരാനായിട്ട് നല്ല ഒരു ചോയ്സ് തന്നെയായിരിക്കും യമുന റാണി. ഏകദേശം ബിഗ് ബോസ് സീസൺ 6 കൺഫർമേഷൻ കിട്ടിയ ഒരു ആളായിട്ട് തന്നെയാണ് നമ്മൾ കേൾക്കുന്നത്. ദെൻ നമ്മുടെ ലിസ്റ്റിൽ അഞ്ചാമത്തെ പേര് ബിനോയ് വർഗീസ് നമ്മുടെ IPL, നമ്മുടെ ടാറ്റ IPLന്റെ ഹോസ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതോടൊപ്പം തന്നെ ഏഷ്യാനെറ്റിൻ്റെ ഫിലിം ഫെസ്റ്റും ഹോസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ബിനോയ് വർഗീസ് തന്നെയാണ്. പുള്ളിക്കാരനും ഏകദേശം ബിഗ് ബോസ് സീസൺ 6 കൺഫർമേഷൻ കിട്ടി എന്ന് തന്നെയാണ് അറിയുന്നത്. പക്ഷേ നമ്മുടെ മുൻ പ്രഡിക്ഷൻ ലിസ്റ്റിലൊന്നും പുള്ളിയുടെ പേര് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഇടക്ക് കൺഫർമേഷൻ കിട്ടി എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടിയ ഒരു പേരാണ് ബിനോയ് വർഗീസിൻ്റെത്. ദെൻ നമ്മുടെ ലിസ്റ്റിൽ ആറാമത്തെ പേര് ജാസ്മിൻ ജാഫർ നമ്മുടെ ബ്യൂട്ടി വ്ളോഗറും യൂട്യൂബറുമായിട്ടുള്ള നമ്മുടെ ജാസ്മിൻ ജാഫർ ഏകദേശം കൺഫർമേഷൻ ലിസ്റ്റിലേക്ക് എത്തി നിൽക്കുമെന്നാണ് അറിയുന്നത്. പക്ഷേ കുറച്ച് നാൾ മുന്നേ നമ്മുടെ ഷോർട്ട് ലിസ്റ്റിൽ ജാസ്മിൻ ജാഫർ ഇല്ല എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സമയത്ത് നമ്മൾ കേൾക്കുന്നത് ഏകദേശം കൺഫർമേഷനിലേക്ക് നമ്മുടെ ജാസ്മിൻ ജാഫർ എത്തിയിട്ടുണ്ടെന്നാണ്. അത് തന്നെയാണ് പറഞ്ഞത്. ലിസ്റ്റുകൾ മാറാനും അറിയാനും ഒക്കെ ചാൻസ് ഉണ്ട്. ബിഗ് ബോസിൻ്റെ ഒരു അധികാര പരിധിയിലാണ് ആരൊക്കെ വരണം, ആരൊക്കെ വേണ്ട എന്നുള്ള ലിസ്റ്റ് മാറ്റി മറിക്കാനായിട്ട് എല്ലാ വക അധികാരങ്ങളും നമ്മുടെ ബിഗ് ബോസ് സീസൺ 6 ഉണ്ടാകും. ദെൻ നമ്മുടെ ലിസ്റ്റിൽ ഏഴാമത്തെ പേരാണ് ക്രിസ്റ്റി സെബാസ്റ്റ്യൻ. ഈയിടയ്ക്ക് ഇറങ്ങുന്ന സകലമാന മൂവീസിലും വേഷം അണിഞ്ഞിട്ടുള്ള ഒരാളാണ്. അതുപോലെ തന്നെ നമ്മുടെ സെലിബ്രിറ്റി ക്രിക്കറ്റ് ടീമിലെ ഒരു പ്ലെയർ കൂടിയാണ്. നമ്മുടെ ബിഗ് ബോസ് സീസൺ 5 വന്ന അഖിൽമാരൊക്കെ ആ ഒരു ടീമിലൊരു അംഗമായിരുന്നു. അപ്പോൾ ക്രിസ്റ്റി സെബാസ്റ്റ്യനും ഏകദേശം ബിഗ് ബോസ് സീസൺ 6 കൺഫേം ആയി എന്ന് തന്നെയാണ് കേൾക്കുന്നത്. ദെൻ നമ്മുടെ ലിസ്റ്റിൽ എട്ടാമത്തെ പേര് കേരള ഫുഡി ഗോവിന്ദും ഏകദേശം കൺഫർമേഷനിലേക്ക് എത്തി എന്ന് തന്നെ അറിയുന്നത്.
അത്യാവശ്യത്തിന് ഫെയിമിൽ നിൽക്കുന്ന ഒരു ഫുഡ് വ്ളോഗറാണ് ഗോവിന്ദിനും ബിഗ് ബോസ് സീസൺ 6 ഒരു 85% എബവ് ചാൻസ് ഉണ്ട്. ദെൻ നമ്മുടെ ലിസ്റ്റിൽ 9ാമത്തെ പേരാണ് ആക്ടറായിട്ടുള്ള ബിനീഷ് ബാസ്റ്റിൻ നമ്മുടെ ബിഗ് ബോസ് സീസൺ 3 മുതലുള്ള പ്രഡിക്ഷൻ ലിസ്റ്റിലുള്ള ഒരു വ്യക്തി തന്നെയാണ്. ബിനീഷ് ബാസ്റ്റിൻ ഇതിനു മുന്നും ബിഗ് ബോസിൽ നിന്ന് ഓഡിഷൻ കോളും കാര്യങ്ങളൊക്കെ പോയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. ഏകദേശം കൺഫർമേഷനിലേക്ക് എത്താനായിട്ട് ചാൻസ് ഉള്ള ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ് ബിനീഷ് ബാസ്റ്റിനും. ദെൻ നമ്മുടെ ലിസ്റ്റിൽ 10ാമത്തെ പേര് ശരണ്യ ആനന്ദ് നമുക്കറിയാം, ഏഷ്യാനെറ്റിന്റെ സീരിയൽ ആക്ട്രസ് ആണ്. പുള്ളിക്കാരത്തിക്കും ഏകദേശം കൺഫർമേഷൻ ലിസ്റ്റിലേക്ക് വന്നു എന്ന് തന്നെയാണ് ശരണ്യ ആനന്ദിന്റെ കേസിൽ നമുക്ക് അറിയുന്നത്. വരികയാണെങ്കിൽ അത്യാവശ്യത്തിന് കണ്ടന്റ് തരാൻ പറ്റുന്ന ഒരു ലേഡി തന്നെയാണ് ശരണ്യ ആനന്ദ്. ദെൻ നമ്മുടെ ലിസ്റ്റിൽ 11ാമത്തെ പേര് അഖിൽ ആനന്ദ്. ഇപ്പോഴും റീസെന്റ് ആയിട്ട് ഏഷ്യാനെറ്റിന്റെ സീരിയലും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അഖിൽ ആനന്ദിനും ഏകദേശം ബിഗ് ബോസ് സീസൺ 6 കൺഫർമേഷൻ കിട്ടി എന്ന് തന്നെയാണ് അറിയുന്നത്. ദെൻ നമ്മുടെ ലിസ്റ്റിൽ 12ാമത്തെ പേര് നയന ജോൺസൺ. നമുക്കറിയാം D4 ഡാൻസിലും അതുപോലെ തന്നെ ഏഷ്യാനെറ്റിന്റെ സകലമാന സ്റ്റേജ് പ്രോഗ്രാമുകളിലും എന്തെങ്കിലുമൊക്കെ ഫെസ്റ്റിവൽ വരുമ്പോൾ ഏഷ്യാനെറ്റ് കണ്ടക്ട് ചെയ്യുന്ന സകലമാന സ്റ്റേജ് പ്രോഗ്രാമുകളിലും പുള്ളിക്കാരത്തി ഒരു ഭാഗമായിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തി തന്നെയാണ്. ബിഗ് ബോസ് സീസൺ 6 ഏകദേശം കൺഫേം ആയത് എന്ന് തന്നെയാണ് നമ്മൾ അറിയുന്നത്. ദെൻ നമ്മുടെ ലിസ്റ്റിൽ 13ാമത്തെ പേര് അപ്സര ആൽബി നമുക്കറിയാം, ഈയിടക്ക് സംരക്ഷണം ചെയ്ത് അവസാനിപ്പിച്ച സ്വാന്തനം സീരിയലിലെ മെയിൻ വില്ലത്തിയായിട്ട് അഭിനയിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. ബിഗ് ബോസ് സീസൺ 6 ഏകദേശം കൺഫർമേഷൻ ലിസ്റ്റ് കിട്ടി നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് അപ്സരയുടെ കാര്യം നമ്മൾ അറിയുന്നത്. ദെൻ നമ്മുടെ ലിസ്റ്റിൽ 14ാമത്തെ പേര് സാജൻ സൂര്യ. ഇപ്പോഴും ഏഷ്യാനെറ്റിൽ റീസെൻ്റ് ആയിട്ട് ഗീതാ ഗോവിന്ദം എന്ന് പറഞ്ഞ സീരിയലിൽ ടൈറ്റിൽ ക്യാരക്ടറായിട്ടുള്ള ഗോവിന്ദ് എന്ന് പറഞ്ഞ കഥാപാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അത്യാവശ്യത്തിന് ഫെയിം ഉള്ള ഒരു സീരിയൽ തന്നെയാണത്. പക്ഷേ ഗോവിന്ദ് ആയിട്ട് അഭിനയിക്കുന്ന നമ്മുടെ സാജൻ സൂര്യ അതിൽ നിന്ന് ഇങ്ങോട്ട് പോരുമെന്ന് തന്നെയാണ് നമ്മൾ അറിയുന്നത്. നമുക്ക് എന്തായാലും നോക്കാം. വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യത്തിന് കണ്ടന്റുകൾ കിട്ടുമെന്നുള്ള കാര്യം ഏകദേശം ഉറപ്പാണ്. ദെൻ നമ്മുടെ ലിസ്റ്റിൽ 15ാമത്തെ പേരാണ് അൻഷിത ആൻജിയും ആദ്യം മുതൽക്കുള്ള പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ്. ഏഷ്യാനെറ്റിന്റെ പണ്ട് സംപ്രേഷണം ചെയ്ത് അവസാനിപ്പിച്ച നമ്മുടെ കൂടെവിടെ എന്ന് പറഞ്ഞൊരു സീരിയലിൽ ഒരു വേഷം ചെയ്തിട്ടുണ്ടായിരുന്നു. ബിഗ് ബോസ് സീസൺ 6 ഏകദേശം കൺഫേം ആണെന്ന് തന്നെയാണ് നമ്മൾ അറിയുന്നത്. ദെൻ നമ്മുടെ ലിസ്റ്റിൽ 16ാമത്തെ പേര് സായി കൃഷ്ണ, സീക്രട്ട് ഏജന്റും ഒരു സമയത്ത് നമ്മുടെ ഷോർട്ട് ലിസ്റ്റിൽ ഇല്ല എന്ന് പറഞ്ഞൊരു ന്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സമയത്ത് സീക്രട്ട് ഏജന്റിനെ വിളിക്കാനായിട്ട് ചാൻസ് ഉണ്ടെന്ന് തന്നെയാണ് കേൾക്കുന്നത്. ദെൻ നമ്മുടെ ലിസ്റ്റിൽ 17ാമത്തെ പേര് ഷാലു പയ്യാടും ഇതുപോലെ തന്നെ നമ്മുടെ ബിഗ് ബോസ് സീസൺ 4ഉം 5ഉം ആയിട്ടുള്ള സകലമാന കോൺട്രവേഴ്സീസിലും ഇൻവോൾവ് ആയ ഒരു വ്യക്തി തന്നെയാണ്. പക്ഷേ ഷോർട്ട് ലിസ്റ്റിൻ്റെ സമയത്ത് ഷാലു അതിലില്ല എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സമയത്ത് ഷാലുവിനെ വിളിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ കിട്ടുന്ന ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ദെൻ നമ്മുടെ ലിസ്റ്റിൽ 18ാമത്തെ പേര് ശ്രീലക്ഷ്മി അറക്കൽ നമ്മുടെ ഫെമിനിസ്റ്റ് ആയിട്ടുള്ള ശ്രീലക്ഷ്മി അറക്കൽ ബിഗ് ബോസ് സീസൺ 6 കൺഫേം ആവാനായിട്ട് ചാൻസ് ഉള്ള ഒരു വ്യക്തി തന്നെയാണ് ശ്രീലക്ഷ്മി അറക്കൽ. ദെൻ നമ്മുടെ ലിസ്റ്റിൽ 19ാമത്തെ പേര് അമേയ പ്രസാദ്, നമ്മുടെ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയുടെ ട്രിവാൻഡ്രം പ്രസിഡന്റ് ആണ് അമേയ പ്രസാദ്. ബിഗ് ബോസ് സീസൺ 6 ഏകദേശം കൺഫേം ആവാനായിട്ട് ചാൻസ് ഉള്ള ഒരു വ്യക്തി തന്നെയാണ് അമേയ പ്രസാദ്. ദെൻ നമ്മുടെ ലിസ്റ്റിൽ 20ാമത്തെ പേരാണ് അനീഷ നായർ നമുക്കറിയാം, ഒരു റൈഡർ ഗേൾ ആണ്. അതുപോലെ തന്നെ ബിഗ് ബോസ് സീസൺ 16 ഹിന്ദി അവിടുത്തെ ഓഡിഷനും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തൊരു വ്യക്തി കൂടിയാണ്. ബിഗ് ബോസ് സീസൺ 6 മലയാളത്തിലേക്ക് വരാനായിട്ട് ചാൻസ് ഏറെ ഉള്ള ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ്. ദെൻ നമ്മുടെ ലിസ്റ്റിൽ 21ാമതായിട്ട് പറയാനുള്ളത് ലിയാൻഡ്രയുടെ കാര്യം ഏകദേശം കൺഫേം ആയെന്ന് തന്നെയാണ് കേൾക്കുന്നത്. പുള്ളിക്കാരത്തെ ഒരു മോഡലാണ്, ഒരു ആർട്ടിസ്റ്റ് കൂടിയാണ്. കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ജപ്പാൻ ഒരു ലുക്കൊക്കെ തോന്നും പുള്ളിക്കാരത്തിനെ. അത്യാവശ്യത്തിന് ഫെയിമുള്ള ഒരു ആർട്ടിസ്റ്റ് തന്നെയാണ്, വരാനായിട്ട് ചാൻസ് ഉണ്ട്. ദെൻ നമ്മുടെ ലിസ്റ്റിൽ 22ാമത്തെ പേരാണ് ഡയാന ഹമീദും ഏകദേശം ബിഗ് ബോസ് സീസൺ 6 കൺഫർമേഷനിലേക്ക് എത്തി നിൽക്കുന്നു എന്ന് തന്നെയാണ് അറിയുന്നത്. പുള്ളിക്കാരത്തി നമ്മുടെ ഏഷ്യാനെറ്റിലെ സീരിയലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് നാൾ മുന്നേ സംരക്ഷണം ചെയ്ത് അവസാനിപ്പിച്ച സീരിയലുകളിലാണ് പുള്ളിക്കാരത്തി വേഷമിട്ടിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മഴവിൽ മനോരമയിൽ ഒരു ഡാൻസ് പ്രോഗ്രാം ഉണ്ട്, ആ പ്രോഗ്രാമിൻ്റെ ആങ്കർ കൂടിയാണ് പുള്ളിക്കാരത്തി. അപ്പോൾ ഏകദേശം കൺഫർമേഷനിലേക്ക് എത്തി നിൽക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ്. ദെൻ നമ്മുടെ ലിസ്റ്റിൽ 23ാമതായിട്ട് പറയാനുള്ളത് അഖിൽ ഷാ യൂട്യൂബിൽ ഒരു ഷോർട്ട് വീഡിയോ ക്രിയേറ്റർ ആണ്. അതുപോലെ തന്നെ നല്ല നല്ല എൻ്റർടൈനിങ് ആയിട്ടുള്ള കണ്ടന്റുകളാണ് പുള്ളിക്കാരൻ്റെ വീഡിയോസിലൂടെ പങ്കുവെക്കാറുള്ളത്.
അത്യാവശ്യത്തിന് ഏകദേശം എന്താണ് ഫാൻ ബേസ് ഒക്കെ ഉള്ള ഒരു വ്യക്തി തന്നെയാണ്. ബിഗ് ബോസ് സീസൺ 6 കൺഫർമേഷൻ ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ദെൻ നമ്മുടെ ലിസ്റ്റിൽ 24ാമത്തെ പേരാണ് യാദിൽ എം ഇക്ബാൽ. ഏകദേശം ബിഗ് ബോസ് സീസൺ 6 ആദ്യം മുതൽക്കുള്ള പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു പേര് തന്നെയാണ് യാദിലിൻ്റേത്. യാദിൽ നമ്മുടെ കേപ്പ് ടൗൺ എന്ന ഹോട്ടലിൻ്റെ ഉടമസ്ഥനാണ്. അതുപോലെ തന്നെ ഒരു ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറാണ്. ഇൻസ്റ്റഗ്രാമിലൂടെ ഒരുപാടധികം ഗീവ് അവേസ് ഒക്കെ കൊടുത്ത് ഫെയിമായ ഒരു വ്യക്തിയാണ്. ദെൻ നമ്മുടെ ലിസ്റ്റിൽ 25ാമത്തെ പേര് ഹൈദർ അലി. ഈ ഹൈദർ അലി നമുക്കറിയാം, ഒരുപാടധികം സെലിബ്രിറ്റീസിനെയൊക്കെ ഇൻ്റർവ്യൂ ഒക്കെ ചെയ്ത് ഒരുപാടധികം ട്രോളുകൾക്കൊക്കെ ഇരയായ ഒരു ആങ്കറാണ് നമ്മുടെ ഹൈദർ അലി. ബിഗ് ബോസിനെ ബന്ധപ്പെട്ടും കുറച്ചധികം കോൺട്രവേഴ്സീസിലൊക്കെ ഇൻവോൾവ് ആയ ഒരു വ്യക്തി തന്നെയാണ് നമ്മുടെ ഹൈദർ അലി എന്ന് പറയുന്നത്. വരികയാണെങ്കിൽ നല്ല നല്ല ടോക്കിംഗ് സെൻസ് ഉള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ കണ്ടന്റുകൾ ഉണ്ടാകും, ചാൻസ് ഉണ്ട് വരാനായിട്ട്. ദെൻ അപ്പോൾ ഇത്രയും പേരുടെ പേരുകളാണ് നമുക്ക് എന്താണ് ടെമ്പററി കൺഫർമേഷൻ അല്ലെങ്കിൽ പ്രഡിക്ഷൻ ലിസ്റ്റ് തന്നെ പറയാം. കാരണം ഈ പറഞ്ഞ എല്ലാവരും ഒന്നും ബിഗ് ബോസ് സീസൺ 6 ഉണ്ടാകില്ല. പക്ഷേ ഇതിലൊരു ഒരു 40 to 50% ആളുകൾ ബിഗ് ബോസ് സീസൺ 6 ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. കുറച്ചധികം കണ്ടസ്റ്റൻസിൻ്റെ പേര് കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. കുറേ പേര് എന്തായാലും വരുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ഇപ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ പരിമിതികളും ഉണ്ട്. കാരണം അങ്ങനെയാണ്, ബിഗ് ബോസ് എന്ന് പറയുന്നത് അൺപ്രഡിക്റ്റബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്നതിൻ്റെ അപ്പുറം എന്തും സംഭവിക്കാം എന്ന് തന്നെയാണ് ആ ഒരു അൺപ്രഡിക്റ്റബിൾ എന്ന് പറയുന്ന ആ ഒരു തീമിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കാത്തിരിക്കാം. മാർച്ച് 10 വരെയും കാത്തിരുന്നാൽ മതിയല്ലോ. അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന കണ്ടസ്റ്റൻസ് വരട്ടെ. ഇഷ്ടപ്പെടുന്ന കണ്ടസ്റ്റൻസിലുപരി വരുന്നവരെല്ലാവരും നല്ല നല്ല കണ്ടന്റുകൾ തരുന്നവരാവട്ടെ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് സീസൺ 4 ഉണ്ടാക്കിയ ഒരു ഓളം ഉണ്ടാക്കാനായിട്ട് ബിഗ് ബോസ് സീസൺ 5 സാധിച്ചില്ല. കാരണം നല്ല കണ്ടസ്റ്റൻസ് ഇല്ലാത്തതല്ല. നമ്മുടെ അഖിൽ മാരാറിനെ പോലെ ഫുള്ളി എൻ്റർടൈനിങ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് ഒക്കെ ബിഗ് ബോസ് സീസൺ 5 ഉണ്ടായിരുന്നു. പക്ഷേ എന്തോ ഒരു കാരണത്താൽ സീസൺ 4 ഉയർത്തിയ ആ ഒരു TRP റേറ്റിംഗ് ഒന്നും ഉയർത്താനായിട്ട് നമ്മുടെ സീസൺ 5 സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ ക്ഷീണമെല്ലാം മാറ്റുന്ന ഒരു സീസണായിട്ട് മാറട്ടെ ബിഗ് ബോസ് സീസൺ 6. ഒരു പുതിയ രീതിയിലാണ് ഈ പ്രാവശ്യം ബിഗ് ബോസ് സീസൺ 6 നമ്മളിലേക്ക് വരുന്നത്. 4 ബെഡ്റൂമുകളാണ്, 4 ടീമാണ്, 4 ഗെയിമാണ്. വളരെ ഡിഫറൻറ്റ് ആയിട്ടാണ് ബിഗ് ബോസ് സീസൺ 6 വരുന്നത്. പക്ഷേ കുറച്ച് ബുദ്ധിമുട്ടുകൾ അവിടെയും കാണും. കാരണം ഈ ഒരു ഗെയിം മനസ്സിലാക്കി വരുന്ന കേരളത്തിൽ പെട്ടെന്ന് ബിഗ് ബോസ് സീസൺ 16 ഹിന്ദിയിലെ പോലെ ആക്കാൻ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രമാത്രം വർക്കൗട്ട് ആവുമെന്ന് എനിക്കറിയില്ല. ഏകദേശം ഒരു 10 സീസണൊക്കെ എത്തുമ്പോൾ ഇതുപോലുള്ളൊരു പരിപാടി കൊണ്ടുവന്നിരുന്നെങ്കിൽ ആളുകൾക്കൊരു പുതുമ തോന്നിയാനെ. പക്ഷേ ഈ ഒരു 4 ബെഡ്റൂം ഫോർമുല ഇത്ര പെട്ടെന്ന് നമ്മുടെ സീസൺ 6 കൊണ്ടുവന്നത് അത്ര യോജിച്ച ഒരു തീരുമാനമായിട്ട് എനിക്ക് തോന്നിയില്ല. എന്തൊക്കെയായാലും നമുക്ക് സീസൺ 6 തുടങ്ങുമ്പോൾ കാണാം. ഒരു ഇടിവെട്ട് വെടിക്കെട്ട് ഇടിമിന്നൽ സീസണായിട്ട് മാറട്ടെ. എന്തൊക്കെയായാലും നമുക്ക് കാത്തിരിക്കാം. ബിഗ് ബോസ് സീസൺ 6 പുതുപുത്തൻ അപ്ഡേറ്റ്സ് ആയിട്ട് നമ്മൾ ഉണ്ടാകും. അതുപോലെ തന്നെ ലൈവ് അപ്ഡേറ്റ്സ് ആയിട്ടൊക്കെ ഉണ്ടാകും. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്താൽ കാണുന്നവർ ഒന്ന് ലൈക്ക് കൂടി ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്